നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഊരാളുങ്കൽ സഹകരണ സൊസൈറ്റി ലോകത്തിന് മുന്നിലെ മികച്ച ജനപക്ഷ ബദലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൺസ്യൂമർ ഫെഡ് താൽക്കാലിക ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ CITU ധർണ നടത്തി. സംസ്ഥാന ബജറ്റിൽ പൊതുജനത്തിന് അമിതഭാരം ഏൽപ്പിച്ച് അസാധാരണമായ രീതിയിൽ കൂട്ടിയ കോടതി ഫീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത്. നരിക്കുനിയിലെ മദ്യഷോപ്പ് വിരുദ്ധ സമരത്തിന് വനിതാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിലെ തൊഴിലാളികൾക്ക് ട്രോളികൾ വിതരണം ചെയ്തു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഊരാളുങ്കൽ സഹകരണ സൊസൈറ്റി ലോകത്തിനു മുന്നിലെ മികച്ച ജനപക്ഷ ബദലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണ പ്രോജക്ടുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് തുടരാനുള്ള ഊരാളുങ്കലിന്റെ നീക്കം വിപ്ലവകരമാണെന്നും മുഖ്യമന്ത്രി ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ULCCSന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ വടകര മടപ്പള്ളി GVHSSൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മ, അഴിമതിമുക്തം, അച്ചടക്കം എന്നിവ മുഖമുദ്രയാക്കിയതാണ് ഊരാളുങ്കലിന്റെ വിജയത്തിന് കാരണമായതെന്നും ഇത് ലാഭം കൊയ്യുക ആകരുത് ലക്ഷ്യം, ഗുണമേന്മ ഉറപ്പുവരുത്തി അച്ചടക്കത്തോടെ ജോലി ചെയ്യലാണെന്ന് പറഞ്ഞ ഊരാളുങ്കലിന്റെ പിറവിക്ക് പിന്നിലെ നവോത്ഥാന നായകനായ ഗുരു വാഗ്ബടാനന്ദന്റെ വാക്കുകളെ പിൻപറ്റിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 100 വർഷം പൂർത്തിയാക്കിയ ഈ സ്ഥാപനം അടുത്ത വർഷത്തേക്കുള്ളതല്ല, അടുത്ത പതിറ്റാണ്ടുകളിലേക്കുള്ളതല്ല, അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള മഹാപദ്ധതികൾ ആവിഷ്കരിച്ചും ഏറ്റെടുത്തുമാണ് മുൻപോട്ട് പോയത്. എല്ലാം നവകേരളത്തിനായുള്ള ചുവടുവെപ്പുകളാണ് എന്നത് ഏറെ സന്തോഷം പകരുന്നതാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന് എല്ലാ വിജയവും നേരുന്നു. 100 വയസ്സാകുന്ന സൊസൈറ്റിക്ക് മേൽക്കുമേൽ പുരോഗതി ഉണ്ടാകട്ടെ എന്നും കൂടുതൽ മനുഷ്യർക്ക് തൊഴിലും മെച്ചപ്പെട്ട ജീവിതവും നൽകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. മനോജ് പുതിയ വിള രചിച്ച ഊരാളുങ്കൽ കഥകളും കാര്യങ്ങളും എന്ന പുസ്തകം സാഹിത്യകാരൻ M. മുകുന്ദന് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. സഹകരണ മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്, വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി MP, MLAമാരായ KK രമ, EK വിജയൻ, MK മുനീർ, പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മീനാക്ഷി ഗുരുക്കൾ, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, എഴുത്തുകാരായ T. പത്മനാഭൻ, M. മുകുന്ദൻ, ചീഫ് സെക്രട്ടറി Dr. V. വേണു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ULCCS ചെയർമാൻ രമേശൻ പാലേരി സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ S. ഷാജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വടകര. കൺസ്യൂമർ ഫെഡ് താൽക്കാലിക ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ CITU ധർണ നടത്തി. മുതലക്കുളം മേഖലാ ഓഫീസിന് മുന്നിൽ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഫാർമസി കോളേജ് സംരക്ഷിക്കുക, ഗ്യാസ് പ്ലാന്റും നോട്ട്ബുക്ക് യൂണിറ്റും നവീകരിച്ച് സംരക്ഷിക്കുക, പാക്കിംഗ് ജീവനക്കാർക്ക് വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ ധർണാ സമരം. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് സമരം ഉദ്ഘാടനം ചെയ്തു. തെരുവിൽ ഇറങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിലാരാ കുറ്റക്കാർ? ട്രേഡ് യൂണിയനാ കുറ്റക്കാർ? തൊഴിലാളിയാണോ കുറ്റക്കാർ? അത് മാനേജ്മെന്റ് തന്നെയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. ഒരു മോഡേൺ മാനേജ്മെന്റ് എന്നുള്ള നിലയിലാണോ അല്ലെങ്കിൽ അല്ല, മോഡേൺ ആയിട്ടില്ല, പൂർണ്ണമായി മോഡേൺ ആയിട്ടില്ല, ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും
പഴയ കൺസ്യൂമർ ഫെഡല്ല ഇപ്പോഴത്തെ കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡിൻ്റെ ടേൺ ഓവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാശ് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ കാശ് തരാനില്ല എന്ന് പറയുന്ന പ്രശ്നമുള്ളൂ. തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ, കൂലി വർദ്ധിപ്പിക്കാൻ നയാ പൈസ ഇല്ല എന്ന് പറയും. അതേസമയം കൺസ്യൂമർ ഫെഡിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും നിലവിലുള്ള ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെ അടക്കമുള്ള ബോർഡ് അംഗങ്ങളുടെയും മാത്രം ഒരു മിടുക്കാണോ എന്ന് നമ്മൾ പറയുന്നില്ല. ഇവിടുത്തെ തൊഴിലാളികളും കൂടി അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ആ മിടുക്ക്. എന്നാൽ അവരുടെ നേതൃത്വപരമായിട്ടുള്ളൊരു പങ്ക് നിഷേധിക്കുന്നില്ല. ഞാൻ നിഷേധിക്കുന്നില്ല കേട്ടോ. CK ചിന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ, C നാസർ, OP പ്രസീദ്, K ഗിരീഷ് കുമാർ, VK രാജേഷ്, KV ഗിരീഷ്, K ഷൈജി, VC ഷെറിൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന ബജറ്റിൽ പൊതുജനത്തിന് അമിത ഭാരം ഏൽപ്പിച്ച് അസാധാരണമായ രീതിയിൽ കൂട്ടിയ കോടതി ഫീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത്. സംഘടനയുടെ നേതൃത്വത്തിൽ DDO ഓഫീസിന് മുന്നിൽ നടത്തിയ അഭിഭാഷക ധർണ A പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പൊതുജനത്തിന് അമിത ഭാരമേൽപ്പിച്ച് അസാധാരണമായ രീതിയിൽ കൂട്ടിയ കോടതി ഫീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് സൗത്ത് സോൺ IAM ഇൻചാർജ് A പ്രതീഷ് പറഞ്ഞു. അഭിഭാഷക പരിഷത്ത് ജില്ലാ കമ്മിറ്റി DDO ഓഫീസിന് മുന്നിൽ നടത്തിയ അഭിഭാഷക ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബജറ്റിൽ കുടുംബ കോടതി വ്യവഹാരങ്ങൾക്കും ചെക്ക് കേസുകൾക്കും അപ്പീലുകൾക്കും ക്രമാതീതമായാണ് കോടതി ഫീസിൽ വർധനവ് വരുത്തിയത്. പിഴ ഇനത്തിലും കോർട്ട് ഫീ ഇനത്തിലും കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ചിട്ടും കോടതികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് തുക വകയിരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമുക്കറിയാം, നേരത്തെ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ അന്യായക്കാരൻ അതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കേസാണ്. ആ തരത്തിലുള്ള കേസിൽ ഒരു നിധി തേടി വരുന്ന അന്യായക്കാരൻ വെറും 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ ആ ആൾക്ക് അന്യായം ഫയൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പുതിയ നികുതി നിർദ്ദേശപ്രകാരം 1 ലക്ഷം രൂപ വരെയുള്ള അന്യായത്തിന് 250 രൂപയാണ് കോർട്ട് ഫീ നൽകേണ്ടത്. അതായത് 250% വർധനവാണ്. 25 മടങ്ങാണ് കോർട്ട് ഫീ അവിടെ വർദ്ധിപ്പിച്ചത്. അതും തീർന്നില്ല. ആ 1 ലക്ഷത്തിന് മീതെ ഉള്ള ചെക്ക് കേസുകൾക്ക് 5% വീതം കോർട്ട് ഫീ നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് G മനോഹർലാൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി NP ശിഖ, ജില്ലാ സെക്രട്ടറി VA അനിരുദ്ധ്, സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് A നാരായണൻ നമ്പൂതിരി, രമ്യ മുരളി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിലെ തൊഴിലാളികൾക്ക് ട്രോളികൾ വിതരണം ചെയ്തു. ബേപ്പൂർ ഹാർബറിൽ നടന്ന ചടങ്ങിൽ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി ട്രോളി വിതരണം ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ മത്സ്യ വ്യവസായ വിവിധോദ്ദേശ വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ട്രോളികൾ നൽകിയത്. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്ത് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം കൂടുതൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ബേപ്പൂർ മത്സ്യ വ്യവസായ വിവിധോദ്ദേശ വികസന ക്ഷേമ സഹകരണ സംഘം മത്സ്യത്തൊഴിലാളികളുടെ പുരോഗതിക്കായി വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ വിവിധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് സംഘം മുഖേന ട്രോളികൾ വിതരണം ചെയ്തു. ട്രോളി വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി നിർവഹിച്ചു. നമ്മുടെ ബേപ്പൂർ മേഖലയിലെ മത്സ്യം, അതായത് ഇവിടുന്ന് ലഭിക്കുന്ന മത്സ്യം ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ്, ഏറ്റവും ആരോഗ്യപ്രദമാണ്.
ഒരു പൊള്യൂഷനും അല്ലെങ്കിൽ ഒരു കെമിക്കലും ഉപയോഗിക്കാത്തതാണ് എന്ന് എൻഷുർ ചെയ്തുകൊണ്ട് നമുക്കൊരു ബ്രാൻഡായി മാറാൻ ബേപ്പൂരിലെ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന പല ഏരിയന്നാണെങ്കിലും നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഉള്ള പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് EIS ഡിവിഷൻ ഡോക്ടർ നികിത ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ P. ജയ ജയന്തി പദ്ധതി വിശദീകരിച്ചു. കൗൺസിലർ M. ഗിരിജ ടീച്ചർ, സംഘം പ്രസിഡന്റ് C. മുജീബ്, കൗൺസിലർ K. രാജീവ്, തോട്ടുങ്ങൽ രജനി, ICAR CIFT സയന്റിസ്റ്റ് ഡോക്ടർ റജുല, ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ സുധീർ കിഷൻ, ജൂനിയർ സൂപ്രണ്ട് C. ആദർശ് തുടങ്ങിയവരും സംസാരിച്ചു. ബേപ്പൂർ മത്സ്യ സഹകരണ സംഘം പ്രതിനിധി KV മുസ്തഫ, CITU കൺവീനർ UP ഷാജി, STU കൺവീനർ CM അനീഷ് കുമാർ, BMS പ്രസിഡന്റ് T. ബബീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഫറൂഖിലെ എഴുത്തുകാരനായ MA ബഷീറിന്റെ യാത്രാ വിവരണ പുസ്തകം നാട്ടുവിശേഷങ്ങൾ പ്രകാശനം ചെയ്തു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഭാനുപ്രകാശനം നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ലിപി പബ്ലിക്കേഷൻസ് ആണ് നാട്ടുവിശേഷങ്ങളുടെ പ്രസാധകർ. ഭാനുപ്രകാശ് കവി ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരനാണ് എന്ന് ഏറ്റവും നന്നായി തെളിയിക്കുന്ന പുസ്തകമാണ് ഈ നാട്ടുവിശേഷങ്ങൾ, അല്ലേ? ഇതിൽ മാഷുടെ പ്രകൃതം പോലെ തന്നെ വളരെ ലളിതമായ ഒരു ആഖ്യാനം, ഇതിനേക്കാൾ ലളിതമായിട്ട് മലയാള ഭാഷയിൽ ഒരു ആഖ്യാനം സാധ്യമല്ല. എന്നാൽ അത് അത്ര ലളിതവുമല്ല, അത്യന്തം സൗന്ദര്യപൂർണമായ ലാളിത്യം. അതാണ് സൗന്ദര്യപൂർണമായ ലാളിത്യം എന്ന് എങ്ങനെയത് പറഞ്ഞാൽ മനസ്സിലാക്കി തരാൻ പറ്റില്ല. ലാളിത്യം എന്നത് കേവലമായ ലാളിത്യമല്ല, ഓരോ വാക്കും മറ്റൊരു വാക്കിനോട് ചേർക്കുമ്പോൾ അറിയാതെ സൗന്ദര്യമുണ്ടാക്കുന്ന ഒരു രാസവിദ്യ മാഷ്ക്കറിയാം. എനിക്ക് മാഷയുടെ കാര്യത്തിൽ ഒരു വിഷമം തോന്നിയത്, മാഷ് ഇതിനകം ഒരു 19 പുസ്തകങ്ങളിലെങ്കിലും പുറത്തിറക്കേണ്ടിയിരുന്ന ഒരാളാണ്. വളരെ വൈകി പൂത്ത ഒരു വൃക്ഷമാണ്. പക്ഷെ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്, ഇനിയാണ് ശരിക്കും പുഷ്പിക്കേണ്ടത്, അല്ലേ? ഇനിയുള്ള സമയം മാഷ് പൂർണ്ണ സമയം എഴുത്തുകാരനായിട്ട് മാറണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. തിരൂർ തുഞ്ചൻ മലയാളം സർവകലാശാല അധ്യാപകൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഇളയടത്ത് പുസ്തകം പരിചയപ്പെടുത്തി. ഫറൂഖ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ഡോക്ടർ ശരത് മണ്ണൂർ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരായ ഡോക്ടർ ശശികുമാർ പുറമേരി, ശശിധരൻ ഫറൂഖ്, ഡോക്ടർ ഗോപി പുതുക്കോട്, CN ചേന്ദമംഗലം, അനീസ സുബൈദ, ലിബി അക്ബർ, MA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ AT റിയാസ് അഹമ്മദ്, കൺവീനർ വിജയകുമാർ പൂതേരി എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നരിക്കുനിയിലെ മദ്യഷോപ്പ് വിരുദ്ധ സമരത്തിന് വനിതാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. P. റുക്സാന ഉദ്ഘാടനം ചെയ്തു. നരിക്കുനി മദ്യഷോപ്പ് അടച്ചുപൂട്ടാൻ നടപടികൾ ഉണ്ടാവണമെന്ന് റുക്സാന ആവശ്യപ്പെട്ടു. നരിക്കുനിയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സങ്കീർണ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടാൻ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് P. റുക്സാന ആവശ്യപ്പെട്ടു. നരുക്കിനി മദ്യഷോപ്പ് വിരുദ്ധ സമരത്തിന് വനിതാ മദ്യനിരോധന സമിതി നടത്തിയ ഐക്യദാർഢ്യം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഭരണകൂടം പൗരന്മാരുടെ മേൽ റീത്ത് വെക്കുന്ന നടപടിയാണ് പുതിയ ആളുകളെ മദ്യത്തിലേക്ക് ആകർഷിക്കും വിധം ഇത്തരം പ്രദേശങ്ങളിൽ മദ്യഷോപ്പ് ആരംഭിക്കുക വഴി ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു. കൃത്യമായിട്ട് വൈകി ഈ വേളയിൽ രാത്രി സമയങ്ങളിൽ സുരക്ഷിതരായിട്ട് വീട്ടിലേക്ക് നടന്നു ചെല്ലുവാൻ മാത്രം പറ്റാത്ത ഒരു തരത്തിൽ നമ്മുടെ റോഡും നമ്മുടെ നഗരവും മാറിയാൽ അവിടെ എവിടെയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കുവാൻ സാധിക്കുക? ധാരാളം കണക്കിന് ഇന്ന് സ്ത്രീകൾ ധാരാളമായിട്ട് ജോലിക്ക് പോകുന്നവരാണ്. ഒന്ന് സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് എത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സുരക്ഷിതത്വം ഏറ്റെടുക്കേണ്ടുന്ന ഗവൺമെന്റും സർക്കാരും ഇത്തരത്തിലുള്ള ബീവറേജ് ഔട്ട്ലെറ്റുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും തുറക്കൂ എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ വിരോധാഭാസം യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രൊഫസർ OJ ചിന്നമ്മ അധ്യക്ഷയായിരുന്നു. പരിപാടിയിൽ ഓമശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോമളവല്ലി മുഖ്യപ്രഭാഷണം നടത്തി. വൈരമണി, P. സാറ, റിട്ടയർഡ് SI മാളു, ഹാരിസ് PM തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. വാർത്തകളിൽ ഇനി ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
SDPI ജനമുന്നേറ്റ യാത്രയുടെ സ്വാഗത സംഘം ഓഫീസ് താമരശ്ശേരി കാരാടിയിൽ പ്രവർത്തനം തുടങ്ങി. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്തു. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ സ്വാഗത സംഘം കമ്മിറ്റി ഓഫീസ് താമരശ്ശേരി കാരാടിയിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഉദ്ഘാടനം ചെയ്തു. 4 ഏക്കറിൽ രാജ്യം അവിടുത്തെ രാജാവ് കൊടുത്ത സ്ഥലത്ത് വലിയൊരു ക്ഷേത്രം നാളെ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പ്രധാനമന്ത്രി ഖത്തറിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ സംഘപരിവാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷമീർ വെള്ളയിൽ, ജില്ലാ കമ്മിറ്റി അംഗം സലീം കാരാടി, കൊടുവള്ളി മണ്ഡലം ട്രഷറർ കുന്തളത്ത് റസാഖ്, സിദ്ദിഖ് കാരാടി, ജില്ലാ സെക്രട്ടറി PT അഹമ്മദ്, മണ്ഡലം സെക്രട്ടറി റസാഖ് ആരാമ്പ്രം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നന്മ സർഗ വനിത ജില്ലാ കൺവെൻഷൻ കോഴിക്കോട്ട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സർഗ വനിത സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സർഗ വനിത കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. സർഗ വനിത സംസ്ഥാന സെക്രട്ടറി ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചായ കുടിക്കാം, ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് കാപ്പി കുടിക്കാം, ഒരുമിച്ച് സിനിമ കാണാം, ഒരുമിച്ച് തൊഴിലെടുക്കാം, ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ പറയാം, രാജ്യത്തെ രാഷ്ട്രീയം ഇതൊക്കെ ചെയ്യാം. ഇത് സ്ത്രീ പുരുഷ സമത്വത്തിന്റെ, സ്ത്രീ പുരുഷ സംവേദനത്തിന്റെ, ജനാധിപത്യത്തിന്റെ ഭാഷയാണ്. ജനാധിപത്യത്തിന്റെ നിർവചനമാണത്. നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് അഭിപ്രായങ്ങളുണ്ടാവും, നമുക്ക് ധൈര്യം ഉണ്ടാവും, നമുക്ക് നിർഭയത്വം ഉണ്ടാവും, എന്തിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പൊതുസമൂഹത്തെ നമ്മൾ കാണേണ്ടി വരും, പൊതുസമൂഹത്തിന്റെ ചലനങ്ങൾ നമ്മൾ കാണേണ്ടി വരും, ചിലപ്പോൾ സങ്കടങ്ങളോട് കണ്ടുചേരേണ്ടി വരും, സംഘർഷങ്ങളോട് ഐക്യപ്പെടേണ്ടി വരും. വിൽസൺ സാമുവൽ, ഷിബു മുത്താട്ട്, മഠത്തിൽ രാജീവൻ, TK വേണു, ഗിരീഷ് ഇല്ലത്താഴം, മുരളീധരൻ പറയഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ കോട്ടൺ ആൻഡ് സിൽക്ക് ലോഗ് ഉത്സവ് കോഴിക്കോട് CSI ഹാളിൽ തുടരുന്നു. ഉപഭോക്താക്കൾക്കായി വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും കമനീയ ശേഖരവുമായി നടക്കുന്ന പ്രദർശന വിപണന മേള ഫെബ്രുവരി 21 വരെ നീട്ടി. രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കൈത്തറി കരകൗശല വസ്തുക്കളുടെയും ആഭരണങ്ങളുടെയും പെയിന്റിങ്ങുകളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് CSI ഹാളിൽ നടക്കുന്നത്. പരമ്പരാഗത കൈത്തറി ബെഡ്ഷീറ്റുകൾ, രാജസ്ഥാനിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമുള്ള സാരികൾ, മധ്യപ്രദേശിലെ സിൽക്ക് ചന്ദേരി സാരികൾ, ലക്നൌ ചിക്കൻ മെറ്റീരിയലുകൾ, കാശ്മീർ കുർത്തികൾ എന്നിവയുടെ ആകർഷകമായ ശേഖരം ഇന്ത്യൻ കോട്ടൺ ആൻഡ് സിൽക്ക് ലോഗ് ഉത്സവ് മേളയിലുണ്ട്. आप लोग को इंडियन कॉटन सिल्क में आपका सबका स्वागत है। यहाँ आपको जो भी चाहिए राजस्थान जाके कोलकाता जाके लेने का ज़रूरत नहीं है। आपको हर चीज़ यहाँ सस्ते में मिलता है, कोई प्रॉब्लम नहीं है। राजस्थान बेडशीट, जयपुरी ज्वेलरीज, काश्मीरी कारपेट्स और हो गया बहुत चीज़ आपको इधर देखने को मिलता है। आप इधर CSI हॉल में आइए, बैंक रोड, नियर बैंक रोड में आप सभी का स्वागत है। आपको 20% डिस्काउंट भी मिलेगा इधर। സൂട്ടുകൾ, പഷ്മിന ഷോളുകൾ, പോച്ചമ്പള്ളി ഡിസൈൻ വസ്ത്രങ്ങൾ, കലംകാരി ബനാറസ് തുണിത്തരങ്ങൾ എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പരമ്പരാഗത പുരാതന ആഭരണങ്ങളാണ് മേളയിലെ മറ്റൊരു ആകർഷണം. കരകൗശല വസ്തുക്കൾ കൂടാതെ ഔട്ട്ഡോർ ചെടികളും ഫലവൃക്ഷ തൈകളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കൈത്തറികൾക്ക് 20% കിഴിവും കരകൗശല വസ്തുക്കൾക്ക് 10% കിഴിവും ലഭിക്കും. CSI ഹാളിൽ തുടരുന്ന മേള ഫെബ്രുവരി 21 വരെ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 1914 കണ്ണങ്കര പ്രദേശത്ത് കൈപ്പുറത്ത് ഗോവിന്ദൻകുട്ടി നായർ എഴുത്തുപള്ളിക്കൂടമായി ആരംഭിച്ച ഇച്ചന്നൂർ AUP സ്കൂൾ
1924 എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളായി അംഗീകാരം ലഭിച്ച് ഉയരുകയായിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയത്. ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന പരിപാടികൾ ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും. അങ്കണവാടി, പ്രീ പ്രൈമറി, കുടുംബശ്രീ കലോത്സവം, പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം, സാംസ്കാരിക ഘോഷയാത്ര, യാത്രയയപ്പ്, സമാപന സമ്മേളനം എന്നിവയാണ് 3 ദിവസങ്ങളിലായി നടക്കുക. സമാപന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രനും കുടുംബശ്രീ കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാറും പൂർവ്വ വിദ്യാർത്ഥി സംഗമം MK രാഘവൻ MPയും ഉദ്ഘാടനം ചെയ്യുമെന്നും സ്കൂൾ സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലങ്ങാട് MES സെൻട്രൽ സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികൾ ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ MR ആലിക്കോയ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബിദ TK റിപ്പോർട്ട് അവതരിപ്പിച്ചു. MES കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് PK മുഖ്യപ്രഭാഷണം നടത്തി. MMC ഉള്ളിയേരി ചെയർമാൻ അനിൽകുമാർ, ഗായിക യുംന അജിൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജവഹർ പൂമംഗലം, MES കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഷ്റഫ് ATM, MES സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ്, MES രാജ്യ റെസിഡൻഷ്യൽ സ്കൂൾ സെക്രട്ടറി അബൂബക്കർ, പ്രിൻസിപ്പൽ രമേശ്, പാലങ്ങാട് MES സെൻട്രൽ സ്കൂൾ ഡയറക്ടർ പ്രൊഫസർ T സയ്യിദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ദേശീയ സംസ്ഥാന സ്കൂൾ തലത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന അഷ്ന OPയെയും അനുമോദിച്ചു. കേരളത്തിൽ മാനസികാരോഗ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മാംഗ്രൂവ്സ് വെൽബീയിങ് പ്രൈവറ്റ് ലിമിറ്റഡ്. ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച വിദഗ്ധരായ ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും മികച്ച രീതിയിൽ തന്നെ ലഭ്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് സാരഥികളായ ഡോക്ടർ ഗായത്രി ബൽറാമും ജെറിൽ ജോയും പറഞ്ഞു. ഈ വർഷം സ്കൈലം ലേണിംഗ് സ്ഥാപനത്തിന്റെ വിവിധ ജില്ലയിൽ പഠിക്കുന്ന കുട്ടികൾ കൗൺസിലിംഗ് സേവനം പ്രയോജനപ്പെടുത്തിയെന്നും സാരഥികൾ വ്യക്തമാക്കി. സൈക്കോ ടെസ്റ്റുകൾക്കായി തയ്യാറാക്കിയ ഹൈവ വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചതായും സ്ഥാപനത്തിന്റെ പുതിയ ഓഫീസ് എരഞ്ഞിപ്പാലത്ത് രാരിച്ചൻ റോഡിൽ മാർച്ച് 1 മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഊരാളുങ്കൽ സഹകരണ സൊസൈറ്റി ലോകത്തിനു മുന്നിലെ മികച്ച ജനപക്ഷ ബദലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൺസ്യൂമർ ഫെഡ് താൽക്കാലിക ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്യൂമർ വർക്കേഴ്സ് അസോസിയേഷൻ CITU ധർണ നടത്തി. സംസ്ഥാന ബജറ്റിൽ പൊതുജനത്തിന് അമിതഭാരം ഏൽപ്പിച്ച് അസാധാരണമായ രീതിയിൽ കൂട്ടിയ കോടതി ഫീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത്. നരിക്കുനിയിലെ മദ്യഷോപ്പ് വിരുദ്ധ സമരത്തിന് വനിതാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിലെ തൊഴിലാളികൾക്ക് ട്രോളികൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.